നീ ഇടറുമ്പോൾ പോലും വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തോടെ നീ എഴുന്നേൽക്കുന്നു. ഈ ലോകത്ത് മർത്യർ നിന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. ആർക്കും അതിന് അവകാശമില്ല. ഈ മനോഭാവം നീ നിലനിർത്തുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ എന്നെ സമീപിക്കുകയും കേൾക്കാനും പഠിക്കാനും ആകാംക്ഷയോടെ ഇരിക്കുകയും ചെയ്താൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകി ഞാൻ നിന്റെ ശ്രമങ്ങൾക്ക് പ്രതിഫലം നൽകും. നിന്റെ ആഗ്രഹങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ അധിഷ്ഠിതമല്ലെന്ന് എനിക്കറിയാം. നീ നിന്റെ കുടുംബത്തിന് അനുഗ്രഹവും സംരക്ഷണവുമാണ് തേടുന്നത്. ഞാൻ നിനക്കത് നൽകും, അതിലധികവും നൽകും. ഞാൻ നിന്നെ സജ്ജനാക്കും. വാതിലുകൾ തുറക്കുമ്പോൾ ഭയപ്പെടാതെ കടന്നുപോകുക. നീ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ പോലും അമാനുഷിക അത്ഭുതങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആളുകൾ നിന്റെ ജീവിതത്തിലേക്ക് വരും. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അവസരങ്ങളുണ്ടാകും. തുടക്കത്തിൽ പ്രശ്നങ്ങളായി തോന്നുന്ന സാഹചര്യങ്ങൾ നിന്റെ വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും അനുഗ്രഹങ്ങളായി രൂപാന്തരപ്പെടും. അവ നിന്റെ ഭവനത്തിലേക്ക് സമാധാനവും കരുതലും കൊണ്ടുവരും. എന്നാൽ ഓർക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ അനുഗ്രഹം നിനക്ക് ഇതിനകം ലഭിച്ചിരിക്കുന്നു: എന്റെ നിത്യസ്നേഹം. എന്നിലുള്ള നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആത്യന്തിക പരിഹാരം എന്റെ കൈകളിലുണ്ട്. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവനെ, നീ എന്തിനാണ് കാത്തിരിക്കുന്നത്? എന്റെ അടുത്തേക്കു വരിക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നു നിനക്കറിയാം. ചിലപ്പോൾ നീ അകലെയാണെന്ന് തോന്നിയാലും, നീ പരാജയപ്പെട്ടുവെന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നും സംശയം മന്ത്രിച്ചാലും അത് സത്യമല്ലെന്ന് നിനക്കറിയാം. നിന്റെ ഹൃദയത്തിൽ ഒരു തീജ്വാല തുടർന്നും കത്തുന്നു. കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് തിരിച്ചുവരാൻ തീവ്രമായ ഒരു ആഗ്രഹം നിന്നിലുണ്ട്. ഭയപ്പെടേണ്ട, വരിക. എന്തു ചെയ്യണമെന്നറിയാതെ നീ ആശയക്കുഴപ്പത്തിലായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വിശ്വാസമുണ്ടെന്ന് നീ കരുതി, പക്ഷേ പല നിരാശകളും നിനക്ക് നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് നീ വിശ്വസിച്ചവരിൽ നിന്ന്. ആളുകൾ അവരവരുടെ വഴിക്ക് പോയി, നിന്നെക്കുറിച്ച് മറന്നതായി തോന്നി. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ലെന്ന് കരുതി നീ നിരുത്സാഹപ്പെട്ടു. എന്നാൽ ഞാൻ എപ്പോഴും സമയത്ത് എത്തുമെന്ന് നിനക്ക് ഞാൻ ഉറപ്പു നൽകുന്നു. ഞാൻ നിന്റെ അരികിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല. ഞാൻ നിന്നെ നിരീക്ഷിച്ചു, എണ്ണമറ്റ ഉത്തരങ്ങൾ നൽകി, നിനക്കാവശ്യമായ എല്ലാ പരിഹാരങ്ങളും നൽകി. നീ എപ്പോഴും എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഞാൻ മനോഹരമായ വാക്കുകളാൽ നിന്നോട് സംസാരിച്ചു. പക്ഷേ നിന്റെ സർവശക്തനായ ദൈവം നിന്നോട് നേരിട്ട് സംസാരിക്കുമെന്ന് സ്വീകരിക്കാൻ ചിലപ്പോൾ നീ പാടുപെട്ടു. ഈ പാതയിൽ നിന്ന് നീ അകന്നുപോകരുത്. ഇതാണ് നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടുന്ന സ്ഥലം. ഇതാണ് നിന്റെ വീട്, നിന്റെ സങ്കേതം. ഇവിടെ നിനക്ക് സംരക്ഷിതനായി തോന്നാനും സമാധാനം കൊണ്ട് നിറയാനും കഴിയും. രാത്രിയിൽ ആഴത്തിലുള്ളതും പുനരുജ്ജീവിപ്പിക്കുന്നതുമായ സ്വപ്നങ്ങളോടെ വിശ്രമിക്കാൻ നിനക്ക് സാധിക്കും. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ഒരു സ്ഫടികം പോലെ തെളിഞ്ഞ നദിക്കരികിൽ നിൽക്കുന്നതായി നീ സ്വപ്നം കാണും. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ എന്നെ നോക്കും. ഞാൻ എന്റെ കൈകൾ നീട്ടും. നീ ആ അത്ഭുത വെള്ളത്തിലൂടെ നഗ്നപാതനായി നടക്കും. നിന്റെ എല്ലാ വേദനകളും ദേഷ്യവും നിരാശകളും ഒഴുക്കിക്കളയും. രാവിലെ ഉണരുമ്പോൾ നീ വ്യത്യസ്തനായി അനുഭവപ്പെടും, ശക്തി നിറഞ്ഞവനായി. നിന്റെ ചുമലുകളിൽ നിന്ന് ഞാൻ ഭാരം നീക്കം ചെയ്തു എന്ന് നീ മനസ്സിലാക്കും.